ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹനീഫ്. ഓക്കെ, നമ്മൾ ഇന്ന് ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഞാൻ ഇത് ആക്കണമെന്ന് പല ആളുകളും ഇപ്പോൾ സോണി വികാസ് പ്രോ യൂസ് ചെയ്യുന്നുണ്ട് മലയാളികൾ. പക്ഷേ അവർക്കൊന്നും അത് പലപ്പോഴും പല തെറ്റുകളും വരുത്തുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്ന പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇംഗ്ലീഷിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസാണ് യൂട്യൂബിൽ നമ്മൾ അധികവും കാണുന്നത്. എന്നാൽ എൻ്റെ കമൻറ്റിലൊക്കെ പല ആളുകളും പറഞ്ഞിരുന്നു മലയാളത്തിൽ സോണി വികാസ് പ്രോൻ്റെ ഇത് ട്യൂട്ടോറിയൽ ഇടാൻ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സോണി വികാസ് പ്രോൻ്റെ 13 ട്യൂട്ടോറിയൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ. ഫസ്റ്റ് തന്നെ പ്രോ 12 കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഇൻ്റർഫേസ് ഫസ്റ്റ് തന്നെ അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് 3 പാനലുകൾ കാണാം. ഫസ്റ്റ് പാനൽ നമുക്ക് അതിലേക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എഫക്ട്സ് എല്ലാം കാണാവുന്നതാണ്. ഓക്കെ, ട്രാൻസിഷൻ. ഓക്കെ, അവിടെ നമുക്ക് ഇപ്പോൾ പ്രോ 12 കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നോക്കാം, നമുക്ക് ഫയലുകൾ നേരിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ പലതരം എഫക്ട്സ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. എഫക്ട്സ് 12 കൂടുതൽ എഫക്ട്സ് ഉണ്ട്. നമ്മൾ പല സിനിമകളും കാണുന്നുണ്ട്, അതിൽ പല എഫക്റ്റുകളുണ്ട്. പക്ഷേ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നതാണ് എങ്ങനെ നമുക്ക് പലതരം എഫക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് നോക്കാം പാനലിൽ. ഓക്കെ, ഇവിടേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈമിലേക്ക് ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന വീഡിയോ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഈ കറുത്ത സ്ഥലത്ത് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ അവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഓക്കെ, ദാറ്റ്സ് ബേസിക്കലി ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് എങ്ങനെ നോക്കാം. അതുപോലെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ എങ്ങനെയുള്ള റെസൊല്യൂഷൻ എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ മാറ്റാം. എത്ര റെസൊല്യൂഷൻ, HD ക്വാളിറ്റി വേണമെങ്കിൽ HD ക്വാളിറ്റി നമുക്കൊക്കെ ആക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി പ്രോ 13. പ്രോ 12 നിങ്ങൾ ചിലപ്പോൾ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് പ്രോ 12 കുറേ കൂടി മാറ്റങ്ങൾ പ്രോ 13 വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ മൂവി എഡിറ്റിങ്ങിനെല്ലാം നമുക്ക് സോണി വികാസ് പ്രോ 30 ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പം ലാസ്റ്റ് ഇയർ ഇറങ്ങിയത്. ഇതിൻ്റെ ഡൗൺലോഡ്സ് ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് പൈസ കൊടുത്തു, പക്ഷേ ഞാൻ ഫ്രീ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ടോറൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. യൂടോറൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, നമുക്ക് ടൈം ലൈനിൽ നോക്കാം. ടൈം ലൈനിൽ അടുത്ത നമുക്ക് ഇമ്പോർട്ട് മീഡിയ. ഓക്കെ, നമുക്ക് എങ്ങനെ മീഡിയ ഇമ്പോർട്ട് ചെയ്യാം നമ്മളെ സോണി വികാസിലേക്ക്. ഓക്കെ, ബേസിക്കലി ഫസ്റ്റ് നമുക്ക് ഫോൾഡറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വലിച്ചിടാവുന്നതാണ്. ഫോൾഡറിൽ നിന്ന് ഒക്കെ ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് തന്നെ വലിച്ച് നമുക്ക് ടൈം ലൈനിലേക്ക് ഇടാം. നേരിട്ട് എന്നാൽ കിട്ടും, വല്ല പണിയൊന്നും ഇല്ലാണ്ട് തന്നെ. നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണോ അല്ല ടൈം ലൈനിലേക്ക് നേരിട്ടാണോ അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ വലിച്ച് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ടൈം ലൈനിലേക്ക് ഇട്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ മ്യൂസിക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്. മ്യൂസിക് പാട്ടും രണ്ടും വ്യത്യസ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്ന് തന്നെ മ്യൂസിക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂസിക്കും മൂവീസും ഒരേ സമയം തന്നെ എഡിറ്റ് ചെയ്യാം. വീഡിയോ പാട്ടും മ്യൂസിക് പാട്ടും അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോ തന്നെ ഒരു ടൈം ലൈനിൽ തന്നെ പലതരത്തിലുള്ള വീഡിയോകളും പലതരത്തിലുള്ള ഇമേജുകളും ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വീഡിയോ മനോഹരമായി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കത് വലിച്ച് ചെറുതാക്കാനും ഓരോ പാർട്ട് 2 പാർട്ട് 1 മൂവീസിൻ്റെ നമുക്കതിൽ ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്ത് ഒന്നാക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി നമ്മളെ വീഡിയോ നല്ല